ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. 1 തിമോഥെയോസ് അതിൻ്റെ 15-ാം അധ്യായം. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. താൻ ദൈവരൂപത്തിലിരിപ്പി ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കാതെ ദാസരൂപമെടുത്ത് സാക്ഷാൽ ദൈവമായിരുന്നവൻ, രാജാതി രാജാവായിരുന്നവൻ, കർത്താതി കർത്താവായവൻ തൻ്റെ എല്ലാ അധികാരങ്ങളെയും വിട്ട് ദാസരൂപമായി ഈ ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിൻ്റെ ഏകലക്ഷ്യം പാപികളെ രക്ഷിക്കുക, പാപികളെ വീണ്ടെടുക്കുക, പാപത്തിൽ കിടക്കുന്ന ജനത്തെ എങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയും. ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ നൽകുവാൻ പിതാവായ ദൈവം ലോകത്തോട് മഹാസ്നേഹം കാണിച്ചു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിൻ്റെ മരണത്തോളം തന്നെത്താൻ അനുസരണ ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സർവ്വലോകരും ഭൂലോകരും അധോലോകരും മുഴങ്കാലൊക്കെയും മടക്കുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന വരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. പഴയ ന്യായപ്രമാണമനുസരിച്ച് ദൈവം കൽപ്പനകൾ വെച്ചു, 10 കൽപ്പനകൾ. എന്നാൽ മനുഷ്യൻ അത് അനുസരിക്കാതെ വന്നപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകിക്കൊണ്ട് പിതാവായ ദൈവം ലോകത്തോട് സ്നേഹം പ്രകടിപ്പിച്ചു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ, പൈശാചിക കോട്ടകൾ തകരട്ടെ, യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ഇരുട്ടിൻ്റെ കോട്ടകൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. റീബൽ ഹസ്തന ഷൗഡ ഹൽത്തുന റിബൽ ഹമന ഹസ്തോ രഹസ്യ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, അനേകർ നിരാശയിലും ഭാരത്തോടും ഇരിക്കുന്ന വ്യക്തികളുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തി ജീവിതങ്ങൾ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. റബ ഷക്കൽ ലാൻറ്റോറി ഹസ്തിയ. കുടുംബത്തെ അസമാധാനങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ സാത്താനിക ശക്തികൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ ഒരു വിടുതലിനെ കൽപ്പിക്കുന്നു. യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഹൽബറേക്കിനാത്ത റോബല്ലാഞ്ചി. അടഞ്ഞ വാതിലുകൾ, എല്ലാ ഫൈനാൻസ് മേഖലയിൽ അടഞ്ഞ അവസ്ഥകളുണ്ട്. വ്യക്തിമണ്ഡലങ്ങൾ അത് തുറക്കപ്പെടട്ടെ. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ്. ഐ ലോഷോ ലൈസി ഹസ്തി ലാംതോറി ഹസ്തിയ. കുടുംബ മണ്ഡലങ്ങളിൽ നിരാശകളെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ, ഭയത്തിൻ്റെ ദുരാത്മ മണ്ഡലങ്ങൾ, എല്ലാ ആഭിചാര മന്ത്രവാദ ശക്തികൾ നസ്രേന യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ പാപത്തിൽ അകപ്പെട്ടപ്പോൾ നമ്മുടെ പാപത്തെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ ശാപങ്ങളെ അകറ്റുവാൻ സാക്ഷാൽ ദൈവമായിരുന്നവൻ, സാക്ഷാൽ രാജാതി രാജാവായിരുന്നവൻ, സാക്ഷാൽ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യരൂപനായി സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മുടെ പാപങ്ങളെ വീണ്ടെടുക്കുവാൻ. മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമായിരുന്നു അവൻ്റെ പാപത്തെ എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അറിയുന്നതിന് മുന്നേ പാപികളായിരുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനസനക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായിരുന്നവനെ അനുസരിച്ച് നടന്നു. പണ്ട് നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുന്നേ ഈ ലോകത്തിൻ്റെ കാലാഗതികളെ, ലോകത്തിൻ്റെ ആരാധനകളെ നമ്മൾ സേവിച്ച് നടന്ന വ്യക്തിയായിരുന്നു. നമ്മൾ അറിയത്തില്ലായിരുന്നു. നമ്മൾ മദ്യപിച്ചും വരിക്കൂത്ത് നടത്തിയും മറ്റ് നമ്മുടെ സ്വഭാവങ്ങൾ അറിയാമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദേശങ്ങളിലും ഉത്സവങ്ങളും പെരുന്നാളുകളും പള്ളിപ്പെരുന്നാളുകളും അതിനെല്ലാം നമ്മൾ ആഘോഷിച്ച് മദ്യപിച്ച് നടന്ന നമ്മളെ ദൈവം, കരുണാസമ്പന്നനായ ദൈവം, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട്, നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടടുത്ത് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് അവിടുന്ന് യാഗമായി മാറി. അപ്പോൾ യേശുവിനെ അറിയുന്നതിന് മുന്നേ നമ്മൾ ഈ ലോകത്തിൻ്റെ കാലാഗതികളെ, ഈ ലോകത്തിൻ്റെ വാഴ്ച അധികാരികളെ, മന്ത്രവാദ ശക്തികളെ, അതുപോലെ തന്നെ ആരാധിക്കുന്ന അനേക ആരാധിക വ്യക്തികളുണ്ട്, അവരെ നമ്മൾ സേവിച്ചവരായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ പാപത്തെ പരിഹരിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാനും അവരെ നിത്യതയിൽ ചേർക്കുവാൻ. മനുഷ്യന് തൻ്റെ യാഗം കൊണ്ട്, തൻ്റെ ജീവിത സമർപ്പണം കൊണ്ട് ഒരിക്കലും പാപം പരിഹരിക്കുവാൻ സാധ്യമല്ല. അതിനാൽ പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിലിരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് നൽകിക്കൊണ്ട് അവിടുന്ന് ലോകത്തിൻ്റെ മുന്നിൽ മഹാസ്നേഹം പ്രകടിപ്പിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് തകർത്ത് കളയുവാൻ പിതാവായ ദൈവം ഇഷ്ടം തോന്നി. എന്തിനാണെന്നറിയാമോ? ഞാനും നീയും പാപത്തിന് മോചനം നേടുവാൻ, പാപത്തിൽ നിന്ന് ജയം നേടുവാൻ, നിത്യത നേടുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകി. ആ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവം ഇഷ്ടം തോന്നി. എന്തിനാണെന്നറിയാമോ? നീയും ഞാനും തകരേണ്ടടുത്ത്, നീയും ഞാനും നിന്ദിക്കേണ്ടടുത്ത്, നീയും ഞാനും മരിക്കേണ്ടടുത്ത്, തുപ്പലേൽക്കേണ്ടടുത്ത്, കന്നത്ത് അടിയേൽക്കേണ്ടടുത്ത് അതേ സാക്ഷാൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ, നമ്മുടെ നിന്ദനങ്ങളെ, നമ്മുടെ ശാപങ്ങളെ, നമ്മുടെ രോഗങ്ങളെ അവൻ ക്രൂശിൽ വഹിച്ചു. തൻ്റെ അവസാന തുള്ളി രക്തം ചൊരിയുന്നത് വരെ അവൻ നമ്മൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. അതിൻ്റെ 3-ാം വാക്യം
എഫെസ്യർ 2:3. ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിൽ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നാം സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിക്കുകയും കൃപയിലത്രയേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവെ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തമായി വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൻ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. കൃപയിലെത്രയേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു. ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളിൽ കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവൃത്തികൾക്കായിട്ടും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. നാം ചെയ്തതുപോലെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ്റെ കൈയുള്ളവ, പരിച്ഛേദന മറ്റും പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവർ, അഗ്രചമ്യക്കാർ എന്ന് വിളിക്കപ്പെടുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂട്ടാക്കാതെയുള്ള ഇസ്രയേൽ പൗരത്വത്തെ സംബന്ധിച്ചുമുള്ള വാക്തത്വത്തിൽ നിങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൻ്റെ ദൈവമില്ലാത്തവരും ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിനെ അറിയുന്നതിനു മുന്നേ നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു. ഏത് ദൈവത്തെ സേവിക്കണമെന്ന്, ആരാണ് സത്യമെന്ന് അറിയാതെ നമ്മൾ സേവിച്ച ഒരു കാലം മദ്യപിച്ചും വെറിക്കൂത്തിലും മോഹങ്ങളിലും നടന്ന ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകരക്ഷിതാവുമേയുള്ളൂ, ഏക സത്യ ദൈവമുള്ള, ഏകരക്ഷിതാവുമുള്ള, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകരക്ഷിതാവുമേയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ കാലഘട്ടത്തിൽ നമ്മൾ സത്യദൈവത്തെ അറിയാതെ, യേശുക്രിസ്തുവിനെ അറിയാത്ത ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നോടാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. അന്ന് നീ ദൈവത്തെ അറിയാതെ ജീവിച്ച കാലത്തിൽ, അതെ, എന്നാൽ ആ നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിതനായി, നീ തകർക്കപ്പെടേണ്ടിടത്ത്, നീ നിന്ദിക്കപ്പെടേണ്ടിടത്ത്, നീ തകർന്ന് തരിപ്പണമാകേണ്ടിടത്ത് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് അവൻ ക്രൂശിതനായി യാഗമായി മാറി തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, മാനവരാശിയിലുള്ള എല്ലാ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തം ചെയ്തു. ഇനി ഭൂമിയുടെ കാലഘട്ടം എത്ര യുഗം നിൽക്കുമെന്ന് പിതാവായ ദൈവത്തിന് അറിയാം. ആ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഒരിക്കൽ യാഗമായി മാറി. അൽബഹസ്തുരാ രഹസ്യ, നിനക്കും എനക്കും വേണ്ടി ഞാനും നീയും സന്തോഷമായി ജീവിക്കുവാൻ, ഞാനും നീയും സമാധാനത്തോടെ ജീവിക്കുവാൻ, ഞാനും നീയും മറ്റുള്ളവരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ച് ജീവിക്കുവാൻ, ഞാനും നീയും പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ പുത്രനായ ക്രിസ്തുവിനെ കണ്ട് ആരാധിക്കുവാൻ, നിത്യതയിൽ ജീവിക്കുവാൻ, നിത്യതയിൽ വാഴുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം ലോകത്തിന് നൽകിക്കൊണ്ട് അവിടുന്ന് മഹാസ്നേഹം പ്രകടിപ്പിച്ചു. കൊലോസ്യർ 1:20, അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്
അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പം നമ്മൾ മോശമായി നടന്നവർ, പല പല മോശ സ്വഭാവങ്ങളുള്ളവർ, നമ്മുടെ എല്ലാ പാപങ്ങളെയും അവൻ ക്രൂശിച്ചൊഴിഞ്ഞ രക്തത്താൽ പാപമോചനം നമ്മൾ നേടിയിരിക്കുന്നു. യേശുവിനെ ആദ്യ രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ അവന് ഈ പാപമോചനത്തിന് അർഹതയുള്ളവനായി മാറുവാൻ സാധിക്കും. കർത്താവേ, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ അങ്ങ് ക്രൂശിൽ മരിച്ചു. കർത്താവേ, ഞാൻ തകർക്കപ്പെടേണ്ടിടത്ത്, ഞാൻ ഇല്ലാതാവേണ്ടിടത്ത് അവിടുന്ന് ക്രൂശിതനായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. കർത്താവെ, അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ കർത്താവ് വീണ്ടും ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ അങ്ങ് വരുമെന്ന് ആര് വിശ്വസിക്കുന്നു അവർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അവർക്ക് ദൈവമക്കളെന്നുള്ള പേരാകുവാൻ ഇടവരും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ദൈവമക്കളായി മാറിയത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനം ലഭിച്ചവരെ കാണുവാൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞില്ലാത്തതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യാശയില്ല. എന്നാൽ പ്രത്യക്ഷ ആകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സാദൃശ്യമാകും എന്ന് നാം അറിയുന്നു. അപ്പം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ട് അഭിഷേകം നിറഞ്ഞ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുമ്പോൾ നമ്മൾ അതേ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാനാണ്. 1 തിമോഥെയോസ് 15. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. ശാപത്തെ മാറ്റുവാൻ, രോഗത്തെ മാറ്റുവാൻ, സമാധാനത്തെ നൽകുവാൻ, മറ്റുള്ളവരെ സ്നേഹം പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, ഇത് പഠിപ്പിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിപ്പിച്ചത്. ഈ മനുഷ്യനായി അവതരിച്ചത്. അവൻ ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അദാസരവുമെടുത്ത ആ ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിൽ പകരുന്ന വ്യക്തിയായി കേൾക്കുന്നവർ മാറട്ടെ. ദൈവം ഈ വചന മുഖാന്തരം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരട്ടെ. കർത്താവേ, ചില വ്യക്തിമണ്ഡലങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സഹോദരി, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിനക്കായി പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. നീ നിരാശപ്പെടുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളിൽ നീർന്നി കരയുന്ന അവസ്ഥകൾ, എന്നെ ആര് സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. അവൻ നിശ്ചയമായി നിന്നെ പുലർത്തും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ആമേയെന്ന് നീ പറയുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിശ്ചയമായി നീ അഭിമുഖീകരിക്കുന്ന ആ കടവിഷയത്തിൻ്റെ മേൽ, മകളുടെ വിഷയത്തിൻ്റെ മേൽ, മകൻ്റെ വിഷയത്തിൻ്റെ മേൽ, ചില ജോലി വിഷയത്തിന് ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാത്ത ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്.
ചില കുഞ്ഞുങ്ങളുടെ വിവാഹ ആവശ്യത്തിന് സാമ്പത്തിക മണ്ഡലമില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, പിതാക്കന്മാർ, ചില അഭിഷക്തന്മാർ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവൻ യേശു കർത്താവ് നിങ്ങൾക്കവൻ പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേൽ കർത്താവ് നിശ്ചയമായി അവൻ വഴികളെ തുറന്നിരിക്കുകയാണ്. അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവനൊരു വാതിലടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് നിശ്ചയമായി നിങ്ങൾക്ക് പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അത് മാനസാന്തരപ്പെടുവാനും യേശുക്രിസ്തു ഭൂമിയിൽ എന്തിനു വന്നു എന്ന് മനസ്സിലാക്കുവാനും ക്രിസ്തുവിനെ അറിയാത്തവർ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. ആ ക്രിസ്തുവിൻ്റെ മനോഭാവം അവരുടെ ജീവിതത്തിൽ ഭരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സാക്ഷാൽ ഒരു മനുഷ്യനായി അവതരിച്ച ആ ക്രിസ്തുവിൻ്റെ മനോഭാവം കേൾക്കുന്നവർ ഓരോരുത്തരുടെ ജീവിതത്തിൽ വാഴട്ടെ. അതിന് വിപരീതമായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളിൽ മാറുവാൻ യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓരോ ജീവിതത്തിൽ കേട്ട വചനം അത് 30, 60, 100 ഫലം കഴിക്കട്ടെ. അനേകർക്ക് അടഞ്ഞ വാതിലുകൾ കർത്താവേ നീ തുറന്നതിനായി അനേകരുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന ഭയത്തിൻ്റെ ദുരാത്മ മണ്ഡലങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സമാധാനത്തെയും ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് ജയം പകർന്നതിനായി അടഞ്ഞ എല്ലാ വാതിലുകളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.